മറിച്ച് ശ്വേത നേതൃത്വത്തിലിരുന്ന് ചെയ്യാൻ കഴിയുമായിരുന്ന ചില കാര്യങ്ങൾ പ്രോപ്പറായി ചെയ്തില്ല. അംഗങ്ങളെ കറക്റ്റ് സമയത്ത് ശാസിച്ചിരുന്നെങ്കിൽ, അവർക്കെതിരെ നടപടിയെടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ പരസ്പരം വിഴിപ്പലക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു എന്നാണ് പല അംഗങ്ങളും സൂചിപ്പിച്ചത്. വ്യക്തിപരമായ വിഷയങ്ങൾ ഇപ്പൊ തീർച്ചയായിട്ടും ഒരു ഭരണസമിതിക്കെതിരെ ചർച്ച വരുമ്പോൾ അതിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ശ്വേതയുടേതായ വിഷമങ്ങളുണ്ടാവാം, പ്രയാസങ്ങളുണ്ടാവാം, ദുഃഖങ്ങളുണ്ടാവാം. പക്ഷേ അങ്ങനെ ചേരിതിരിഞ്ഞ് ആക്രമിച്ചിട്ടൊന്നുമില്ല. പ്രസിഡന്റിന്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ചൊന്നും ആൾക്കാർ അങ്ങനെ എതിർപ്പൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല, ഒറ്റപ്പെടുത്തിയിട്ടുമില്ല. ഇതില് ആദ്യമേ ഞങ്ങൾ എടുത്ത തീരുമാനം, ഇപ്പോ സുരേഷ് ഇന്നലെ ഉണ്ടായിരുന്നു, ഞങ്ങൾ എടുത്ത തീരുമാനം കുറ്റാരോപിതർ ഭാരവാഹി സ്ഥാനത്തേക്ക് വരാൻ പാടില്ല എന്നുള്ളത് ഞങ്ങൾ എടുത്ത തീരുമാനമാണ്. അത് ഏത് സാഹചര്യത്തിലായിരുന്നാലും ശരി. അത് നിങ്ങൾ തന്നെ ചോദിക്കുന്നത് അറിയാം. നിങ്ങൾ ചോദിക്കും, ആദ്യം ചോദിക്കുന്നത് ഇങ്ങനെ കുറ്റാരോപിതനെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കമ്മിറ്റിയിൽ എടുത്തത് എന്ന ചോദ്യം മാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും വരുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള ആരോപണ വിധേയരായിട്ടുള്ള ആരും തന്നെ അടുത്ത ഇലക്ഷനിലും ഉണ്ടാവില്ല. അത്തരത്തിലുള്ള ആൾക്കാരെ, അത് നിയമമില്ല, നിയമത്തിന്റെ പരിരക്ഷ അവർക്കുണ്ടാകും. പക്ഷെ ധാർമ്മികമായി അത്തരം കുറ്റാരോപിതർ ഒരിക്കലും മത്സരിക്കാൻ പാടില്ല എന്നതാണ് അമ്മയുടെ പൊതു തത്വം. അത് പാലിക്കാൻ ഇനി അടുത്ത ഇലക്ഷനിൽ, ഈ അജോ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും കുറ്റാരോപിതർ മാറി നിൽക്കേണ്ടതാണ് എന്നാണ് അമ്മയുടെ പക്ഷം.